ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രശ്നത്തെ നമ്മൾ സോൾവ് ചെയ്തിട്ട് ക്രിസ്മസ് എക്സാമിൻ്റെ ലീവൊക്കെ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് യാത്രയും പോയി അമ്മമ്മേൻ്റെ അച്ഛമ്മേൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് ക്രിസ്മസ് ഫാദറും കരോളുമൊക്കെ കൂടി അങ്ങോട്ട് ആഘോഷിച്ച് കഴിഞ്ഞ് നേരെ വീണ്ടും സ്കൂളിൽ എത്തിയപ്പോൾ ഉണ്ടല്ലോ അടുത്ത പണി വരുന്നു. എന്താ സാറേ പണിയെന്ന് പറഞ്ഞാൽ പേപ്പറുമായിട്ട് ടീച്ചർ വരുന്നുണ്ട്. ഒരു ദിവസം ഒരു പേപ്പറല്ല സാറേ, ഒരു ദിവസം 1, 2, 3 സബ്ജക്റ്റുകളുടെ പേപ്പർ കിട്ടാറുണ്ട്. നല്ല മാർക്കുണ്ട് സാറേ. 60-ൽ 12, 60-ൽ 18, 60-ൽ 30, 60-ൽ 40 വിചാരിച്ചത്ര മാർക്ക് കിട്ടാത്ത മക്കളാണ് മക്കളെ പലരും. വിചാരിച്ചത്ര മാർക്ക്, പ്രതീക്ഷിച്ചതിനേക്കാൾ മാർക്ക് കുറഞ്ഞവരുണ്ട്. പഠിക്കാതെ പോയി എഴുതിയിട്ട് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൽ സങ്കടപ്പെടുന്ന മക്കളുണ്ട്. നല്ല പോലെ പഠിച്ചിട്ടും മാർക്ക് കിട്ടാത്ത ഒരു കൂട്ടം മക്കളുമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ വട്ടത്തെ പേപ്പർ കിട്ടുമ്പോൾ. ഒന്നാമത്തെ പേപ്പർ ടഫാണ്. പഠിച്ചതൊന്നും അധികം വന്നിട്ടുമില്ല. കിട്ടിയ പേപ്പറിൽ മാർക്കും കുറവാ. പേരൻസിനെ എങ്ങനെ ഫേസ് ചെയ്യും, പേരൻസ് മീറ്റിംഗിൽ എങ്ങനെ ഫേസ് ചെയ്യും, ഓടിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണും. മക്കൾ, ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ വേണ്ടത് റിയലൈസേഷനാ. ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ വേണ്ടത്ര പഠിച്ചില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടിയ മാർക്കും കുറവാ. ആ റിയലൈസേഷൻ വേണം. പഠിക്കാത്തത് കൊണ്ടേ മാർക്ക് കുറഞ്ഞത്. നിങ്ങൾക്ക് മാർക്ക് കുറയുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം പഠിച്ചിട്ടില്ല. വേണ്ടത്ര നിങ്ങൾ പഠിച്ചിട്ടില്ല, എഫേർട്ട് എടുത്തിട്ടില്ല, മെനക്കെട്ടിട്ടില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിരുത്തി വായിച്ചിട്ടുമില്ല. അതുകൊണ്ടൊന്നും ആ മാർക്ക് കിട്ടാത്തത്. ബെഞ്ചിന് തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരുത്തൻ കാണും, അവന് നല്ല മാർക്കുണ്ട് സാറേ, 60-ൽ 59, 58, അവന് A+ ഉണ്ട് സാറേ, എനിക്കെന്താ കിട്ടാത്തത്? എന്താ പ്രശ്നം? നമ്മൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല, സീരിയസ്നെസ്സോടെ പഠിച്ചിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. ഞാൻ തുറന്നു പറയാം, ഒരു സിനിമ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചാടി ഇരുന്ന് കാണും. എന്നാൽ ഒരു 2.5 മണിക്കൂറിൻ്റെ ഒരു ചാപ്റ്റർ 1 ഷോട്ട് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ അതേ ഇൻട്രസ്റ്റോടെ കാണാൻ പറ്റുമോ? ഇല്ല. ഈ ലോകത്തുള്ള ആർക്കും പറ്റൂല. റിയലൈസേഷൻ എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിക്കേണ്ട സമയമായി. പഠിക്കുന്ന എല്ലാവരും പഠിക്കും, വേണ്ട രീതിയിൽ പഠിക്കേണ്ട സമയമായി. ഞാനിപ്പം മക്കൾ ചോദിക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പഠിക്കാനല്ല ഞാൻ പറയാ, കൺസെപ്റ്റോടെ പഠിക്കാനാ പറയാ. എന്നാലേ ഇപ്പോഴത്തെ പേപ്പറുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല പോലെ ഡീപ്പായിട്ട് വായിച്ചാൽ മനസ്സിലാകുന്ന, ഡീപ്പായിട്ട് വായിച്ച് കൺസെപ്റ്റ് ഉണ്ടാക്കിയ ഒരാൾക്ക് മാത്രമേ ഇപ്പം ക്രിസ്മസ് എക്സാമിനും അതേപോലെ മോഡൽ എക്സാമിനും മെയിൻ എക്സാമിനൊക്കെ വരുന്ന പേപ്പറുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർഷം കഴിയുന്തോറും ടഫായിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ അത് കാണാൻ പഠിക്കുന്നവനൊന്നും കിട്ടുന്ന ഒരു പേപ്പറല്ല മക്കളെ വരുന്നത്. അത്യാവശ്യം കൺസെപ്റ്റോടെ റിവേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക്, മെനക്കെടുന്ന ആൾക്കാർക്ക് മാത്രം A+ഉം ഫുൾ മാർക്കും ഒക്കെ കിട്ടുന്ന ഒരു പേപ്പറാണ് ഇപ്പം വരുന്നത്. ഇതേപോലത്തെ ഒരു പേപ്പറാണ് മെയിൻ എക്സാമിന് വരുന്നതെങ്കിൽ, നിങ്ങളുടെ പഠിത്തവും മാറ്റം വരുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ പെടും. ഞാൻ പറയുകയാണ്, ഇത് വലിയൊരു ഊരാക്കുടുക്കായി മാറും നിങ്ങളുടെ മെയിൻ എക്സാം. നിങ്ങളിപ്പം വെറും ക്രിസ്മസ് എക്സാമാ, മാർക്ക് കുറഞ്ഞോട്ടടാ, പോയത് പോട്ടെ, വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക് പറ്റിയത്? ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കാം, ടീച്ചറെ ഞാൻ നല്ല പോലെ പഠിച്ചിരുന്നു, എൻ്റെ മാർക്ക് കുറവാ, എന്താ ചെയ്യേണ്ടത്? ടീച്ചേഴ്സ് കുറേ മിസ്റ്റേക്ക് പറഞ്ഞു തരും. ആ മിസ്റ്റേക്ക് മനസ്സിലാക്കുക, തിരിച്ചു വരാൻ ശ്രമിക്കുക. മിസ്റ്റേക്ക് മനസ്സിലാക്കുക, തിരിച്ചു വരാൻ ശ്രമിക്കുക. ഇനി മനസ്സിലാക്കിയ ശേഷം ഇനി എന്താ ചെയ്യേണ്ടത്? ആലോചിച്ചിരുന്ന് വിഷമിക്കുകയല്ല, കം ബാക്ക് വേണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു കം ബാക്കിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ആരുടെ മുമ്പിലും തോറ്റുപോകരുത്. തോറ്റുപോയാൽ നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരുമില്ല മക്കളെ. വീണ്ടും എഴുന്നേറ്റിൽ നിന്ന് ഓടുന്നവനുള്ളതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ആൻ എക്സാം. ക്രിസ്മസ് എക്സാം വന്നു, +1 +2കാരോട് ക്രിസ്മസ് എക്സാം വന്നു. നിങ്ങൾ 10ാം ക്ലാസ്സിൽ നേരിട്ട് വന്ന് ഒരു ഐഡിയയും ഇല്ലാതെ പഠിക്കുന്നവരാ +1കാർ. സ്വാഭാവികമായിട്ട് ക്രിസ്മസ് എക്സാമിനൊക്കെ മാർക്ക് കുറയും. +2കാരെ സംബന്ധിച്ച് ലാബ് എക്സാം വരുന്നുണ്ട്. അടുത്ത മാസം മുതൽ ലാബ് എക്സാം ആണ്. അതിൻ്റെ കുറേ പഠിക്കാൻ കാണും, കുറേ സിലബസുകളുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഒരുപാട് പ്രതിസന്ധികളുള്ള ജീവിതമാണ്. അതിനിടയ്ക്ക് നിന്ന് സമയം ലാഭിച്ചെടുക്കണം. അതിനിടയ്ക്ക് സിലബസിൽ ഓരോ പോയിന്റ് കവർ ചെയ്യണം. NCERTയിലെ ക്വസ്റ്റ്യൻ ചെയ്യണം, NCERT എക്സാംപ്ലറിലെ ക്വസ്റ്റ്യൻ ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ഇപ്പം മാർക്ക് കുറഞ്ഞാലും ഇതേ മാർക്ക് കുറവിൽ നിന്ന് പടിപടിയായിട്ട് ഉയർന്നു വന്ന് നല്ല സ്കോർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ മോഡൽ എക്സാമിനും മെയിൻ എക്സാമിനും. ജസ്റ്റ് എന്താ, നിങ്ങളുടെ പിഴവുകൾ മനസ്സിലാക്കുക, തിരിച്ച് കംബാക്ക് നടത്തുക. എന്താണോ മിസ്റ്റേക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക, തിരിച്ചു വരിക. എനിക്കതേ പറയാനുള്ളൂ. ഒരു ടീച്ചറിനുപരി
നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഒരു വീട്ടിലൊരു അംഗത്തെ പോലെ ഞാൻ പറഞ്ഞു തരിക മക്കളെ. എടാ തോറ്റുപോലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ +1 ഞാൻ മലപ്പുറത്ത് പഠിക്കുന്ന സമയത്ത് +1 എൻ്റെ മാത്സ് എക്സാമിന് 60-ൽ 12 മാർക്കാണ് എനിക്ക് കിട്ടിയത്. മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു പയ്യനെ ആദ്യമായിട്ട് ക്രിസ്മസ് എക്സാമിൽ വരുമ്പം 60-ൽ 12 മാർക്കാണ്. ക്രിസ്മസ് അല്ല, സോറി, ഓണം എക്സാമിന്, എൻ്റെ ആദ്യത്തെ ഓണം എക്സാമിന് എനിക്ക് +1 60-ൽ 12 മാർക്കാണ്. ജെസ്സി ടീച്ചർ വിളിച്ചന്ന് എന്നോട് കുറേ ഉപദേശിച്ചു. നിനക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ അല്ലേ, നിനക്ക് എന്താ മാർക്ക് വാങ്ങിക്കാൻ പറ്റാത്തതെന്ന്. ബാക്കിയുള്ള എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ട്യൂഷന് പോയിട്ടൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അന്നു മുതൽ അമ്മയോട് പറഞ്ഞു എനിക്കൊന്ന് ട്യൂഷന് പോകണമെന്ന്. അമ്മേൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ തന്നെ എന്നെ ട്യൂഷന് വിട്ടു. ആ ട്യൂഷന് പോയിട്ടും സ്കൂളിലെ നോട്ടുമൊക്കെ വെച്ച് നല്ലപോലെ നൈറ്റ് ക്ലാസ്സുകളും ക്രാഷ് കോഴ്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്ത് ഞാൻ എൻ്റെ +2 ലൈഫിൽ നിന്ന് +2 പാസ് ഔട്ട് ആകുമ്പോൾ എൻ്റെ സ്കോർ എത്രയാണെന്ന് അറിയാമോ? 1200-ൽ എൻ്റെ മാർക്ക് 1186, 98.83 ആയിരുന്നു. അന്ന് +1 വന്ന് ഓണം എക്സാമിന് 60-ൽ 12 വാങ്ങിച്ച, മാത്സ് എക്സാമിന് 60-ൽ 12 വായിച്ച അഖിൽകുമാർ എന്ന് പറഞ്ഞ വ്യക്തിന്റെ +2 സ്കോർ 1184 ആയിരുന്നു മക്കളെ. എൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 98.83 ആണ് എൻ്റെ സ്കോർ. ഞാൻ വേണ്ടാന്ന് വെച്ചായിരുന്നെങ്കിൽ അവിടെ കിടക്കത്തുള്ളൂ. ഞാൻ വീണ്ടും അമ്മയോടും അച്ഛനോടും പഠിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞതുകൊണ്ടാണ്, മെനക്കെടാൻ തയ്യാറായതുകൊണ്ടാണ് ഞാൻ തിരിച്ചു +2-ൽ ഫുൾ A+ കൊണ്ട് ഇറങ്ങിയത്. നമ്മുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക, നേരെ തിരിച്ചു വരിക. എനിക്കതേ പറയാനുള്ളൂ. മനസ്സിലാക്കുക, പരിഹരിക്കുക, തിരിച്ചു വരിക. മനസ്സിലാക്കുക, പരിഹരിക്കുക, തിരിച്ചു വരിക. അതേ നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ളൂ. മിനിമം നിങ്ങൾ 5 ഹവറെങ്കിലും ഇനി പഠിക്കണം. വൈകുന്നേരങ്ങളിൽ 3 അവർ, രാവിലെ എനിക്ക് 2 അവർ. ഷുവറായിട്ട് നിങ്ങൾ രാവിലത്തെ 2 മണിക്കൂർ പഠിക്കാൻ ശ്രമിക്കുക. കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ രാവിലെ എന്ത് പഠിച്ചാലും തലയിൽ വേഗം കയറും മക്കളെ. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, എജുപോർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയുള്ളത് നമ്മുടെ ബൂസ്റ്റർ ബാച്ചാണ് മക്കളെ. ഫെബ്രുവരി 13-നുള്ളിൽ സകല ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് സകല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ് ബൂസ്റ്റർ ബാച്ച്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഓൾറെഡി ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡിസംബർ 27 മുതൽ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. 1999 രൂപ ഒരു കുപ്പായം വാങ്ങിക്കുന്ന പൈസ ഉള്ളൂ. ജോയിൻ ചെയ്യാം, പഠിക്കാം. ഫെബ്രുവരി 13-ന് മുമ്പ് സകല മോഡൽ എക്സാമിന് മുമ്പ് സകല നിങ്ങളുടെ പോർഷൻ തീർന്നു കിട്ടും. റിവിഷനും അതിൻ്റെ ഒപ്പം നടക്കും. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, സ്പെഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ കമ്മ്യൂണിറ്റികളും മെൻറ്റർമാരും ഒക്കെ കാണും. നിങ്ങളെ പഠിപ്പിച്ച് ഒരു 95% മുകളിൽ നമ്മുടെ ടാർഗറ്റ് ഇനി അതാ. 95% മുകളിൽ നിങ്ങൾക്ക് +1 +2 മാർക്ക് നേടിത്തരാൻ പറ്റും ഈ ബാച്ച് കൊണ്ട്. ജോയിൻ ചെയ്യുക. നിങ്ങൾക്കിനി സാറേ ഞങ്ങൾക്കൊരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ വേണം, ഞങ്ങളുടെ മിസ്റ്റേക്കുകളും അതിൻ്റെ സൊല്യൂഷൻസും കൊണ്ട് ഞങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ വേണം, തിരിച്ചു വരവിന് വേണ്ടി, ഒരു കംബാക്കിന് വേണ്ടി. നാളെ നമ്മുടെ ഒരു +1 ചാനലിൽ, +1 +2 ചാനലിൽ നമ്മൾ ഒരു ലൈവ് നടക്കുന്നുണ്ട്. മിഷൻ പബ്ലിക് എക്സാം എന്ന് പറഞ്ഞൊരു പേരിൽ ഒറ്റ മൈൻഡ് പഠിത്തം, ആ ഒരു തിരിച്ചു വരവിന് വേണ്ടിയുള്ള ഒരു ലൈവ് നടക്കുന്നുണ്ട് മക്കളെ. നാളെ 7 മണിക്ക് എല്ലാവരും വരിക. സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, പഠിക്കുക. നമ്മുടെ മെയിൻ പരിപാടി എന്താണ്? +1 +2 ഇനി 95% മുകളിൽ മാർക്ക്. ഓക്കെ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. 5 hour പ്ലസ് എന്ത് വേണം? സ്റ്റഡി വേണം. 5 hour പ്ലസ് എന്ത് വേണം? പഠിച്ചേക്കണം. എപ്പോഴും പറയാറുള്ള പോലെ പഠിച്ചേക്കണേടാ. പഠിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, പഠിക്കാനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പറ്റിയ രീതിയിൽ ഞാൻ എല്ലാവർക്കും എന്ത് ചെയ്യാം? റിപ്ലൈ ചെയ്യാം. നാളത്തെ ഈ ലൈവിൽ എല്ലാവരും പങ്കെടുക്കുക. നിങ്ങളുടെ മിസ്റ്റേക്കുകൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളായിട്ട് തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഓക്കെ, ഗുഡ് ലക്ക്.